നഗരസഭ, പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നിന്ന് നൽകുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾക്കും ലൈസൻസുകൾക്കും കെട്ടിട പെർമിറ്റുകൾക്കും നിലവിലുള്ള ഫീസിന് പുറമെ അധിക ഫീസ് വരും. ഡിജിറ്റൽ കോസ്റ്റ് എന്ന പേരിൽ അധിക ഫീസ് ഏർപ്പെടുത്താനാണ് സർക്കാർ അനുമതി നൽകിയത്. നിലവിൽ ഫീസ് ഇല്ലാത്തവയ്ക്കും അധിക ഫീസ് ബാധകമായിരിക്കും. ഏപ്രിൽ മുതൽ നടപ്പാകും. ബജറ്റിൽ ഈ നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. പ്രവർത്തന ചെലവ് കൂടിയ സാഹചര്യത്തിലാണ് അധിക ഫീസ്. ഫലത്തിൽ എല്ലാ സേവനങ്ങളും ചെലവ് കൂടും. സർക്കാരിന്റെ വരുമാന വർധനയ്ക്കായി പുതിയ ഫീസുകൾ ചുമത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിൽ വിശദീകരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കെ-സ്മാർട്സ് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾ നൽകുമ്പോൾ തന്നെ ഫീസ് ഈടാക്കും. കെ-സ്മാർട്സിന്റെ സാങ്കേതിക ചുമതല വഹിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ഫണ്ട് തികയുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. ഈ സാഹചര്യത്തിലാണ് പുതിയ ഫീസ്. IKM എക്സിക്യൂട്ടീവ് ഡയറക്ടറും തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടറും ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയിരുന്നു. നിലവിൽ ബജറ്റ് വിഹിതവും തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവുമാണ് IKMന്റെ ഫണ്ട്. വിവരാവകാശം, BPL സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അധിക ഫീസ് ഇല്ല. 6 കോർപ്പറേഷനുകളിലും 87 നഗരസഭകളിലുമാണ് നിലവിൽ കെ-സ്മാർട്സിന്റെ സേവനം. ഏപ്രിൽ മുതൽ ത്രിതല പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചില പഞ്ചായത്തുകളിൽ പൈലറ്റ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അധിക ഫീസ് ഇങ്ങനെ: ജനന മരണ സർട്ടിഫിക്കറ്റുകൾ 5 രൂപ, വിവാഹം, റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ 10 രൂപ, ബിൽഡിംഗ് ഏജ് നികുതി ഒഴിവാക്കൽ, നികുതി ബാധ്യതയില്ല, ബിൽഡിംഗ് യൂസേജ്, ഫ്ലോർ ആൻഡ് റൂഫ് ഉടമസ്ഥത സർട്ടിഫിക്കറ്റുകൾ 10 രൂപ, ലൈസൻസിന് അപേക്ഷിക്കാനും പുതുക്കാനും 10 രൂപ, കെട്ടിട പെർമിറ്റ് സേവനങ്ങൾ 10 രൂപ, വസ്തുനികുതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ 10 രൂപ, മറ്റ് പൗരസേവനങ്ങൾ 5. ബജറ്റ് വിഹിതം അപര്യാപ്തമായതിനാൽ ഇൻഫർമേഷൻ കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന സാഹചര്യമാണെന്ന് ഉത്തരവിൽ പറയുന്നു. സർട്ടിഫിക്കറ്റുകൾക്കായി ഈടാക്കുന്ന ഫീസിൽ ഒരു ഭാഗം ഇൻഫർമേഷൻ കേരള മിഷന് ലഭ്യമാക്കും. തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമയുടേതാണ് ഉത്തരവ്. ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും കെ-സ്മാർട്സ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ മുമ്പായിട്ടാണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയത്. നേരത്തെ വിവിധ സർട്ടിഫിക്കറ്റുകൾ സൗജന്യമായിട്ടായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഇതിന് ഫീസ് ഈടാക്കും.